ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഇത്. ലാസ്റ്റ് വെക്കേഷന് നാട്ടിൽ പോയ സമയത്ത്. സോ ഐ തോട്ട് മെമ്മറീസ് ഒക്കെ ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാമെന്ന്. ഇത് ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് മോഡൽ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരു ട്രക്കിംഗ് പ്ലേസ്, റാണിപുരം. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ആരും ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഞാനായാലും എൻ്റെ നാട്ടിലായിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ട്. ഞാനെന്തോ പണ്ട് മുതലേ നാട്ടിൻപുറത്ത് തന്നെ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കണം ഈ നേച്ചർ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് ചിന്തിച്ചിട്ട് പോലില്ല കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് മാറി UAE ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ എല്ലാ പ്രാവശ്യവും ഈ ഒരു പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യാതിരിക്കാറില്ല. അങ്ങനെ ഒരുപാട് നടന്ന ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പാടാണെങ്കിലും മേലെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെവൻ. നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കയറി തുടങ്ങിയത്. 4 മണി വരെയാണ് അവിടെ മാക്സിമം ലിമിറ്റ് ചെയ്യുന്ന ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ എൻട്രി ഇല്ല. അങ്ങനെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും കയറാൻ തുടങ്ങി. മേലേക്ക് നമ്മൾ പോകുന്തോറും ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മഴ നനഞ്ഞുകൊണ്ടാണ് കയറിപ്പോയത്. കുറച്ച് നേരം കയറിയപ്പോൾ തന്നെ നമ്മൾ നല്ലോണം ടയർഡായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ തന്നെ അടിപൊളിയാണ്. ഇതിനും മേലേക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ മഴ നനഞ്ഞു നിന്നു. അങ്ങനെ മഴ കഴിയുമ്പോഴത്തേക്കും നല്ല കോട ഇറങ്ങാൻ തുടങ്ങി. ഒരു റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ പോയതിൻ്റെ ബാക്കി പത്രമാണ് ഈ കേട്ടത് കേട്ടോ. ഈ മഴയുള്ള ടൈമിലാണ് ഞാൻ മിക്കപ്പോഴും നാട്ടിൽ വരാറ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ടേക്കും കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമുക്ക് മഴയും കാണാം, മഞ്ഞും ഉണ്ടായിരിക്കും, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസമാണ് ഈ ഒരു ടൈമിൽ വരുമ്പോൾ. അവിടെ നിന്നിട്ട് നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ സമയം ലേറ്റാവുന്ന കണ്ടപ്പം നമ്മൾ മെല്ലെ താഴോട്ട് ഇറങ്ങാൻ പോയി. ഈ മഴ പെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അട്ടകൾ കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രിക്കോഷനായിട്ട് കയ്യിൽ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകിപ്പോയിക്കോളും. മുകളിലോട്ട് കയറുന്ന അത്രയും കഷ്ടപ്പാടില്ലായിരുന്നു താഴോട്ട് ഇറങ്ങുമ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് താഴേക്കെത്തി. താഴെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ വിട്ടത് സുള്ളിയിലേക്കാണ്. എൻ്റെ നാട് വരുന്നത് കർണാടക ബോർഡറിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുള്ളി എനിക്ക് അടുത്താണ്. അവിടെ ഒരു അടിപൊളി കോഫി ഡേ ഉണ്ട്. അതും നല്ലൊരു ഏരിയയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം അവിടെയും ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. So that's all. Thank you for watching. See you in the next video. Bye bye.